ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് വേൾഡ്. ഇന്ന് നമ്മൾ ഊട്ടിയിലേക്ക് കേട്ടോ പോകുന്നത്. ഫ്രണ്ട്സുകൾ കൂടെ ഉണ്ട്. നമ്മൾ നേരെ ഊട്ടിയിലേക്കല്ല പോകുന്നത്. ഇറങ്ങാൻ ലൈറ്റ് ആയതുകൊണ്ട് വയനാട് എവിടെയെങ്കിലും റൂം എടുത്ത് നാളെ രാവിലെ ഊട്ടിയിലേക്ക് പോകാനാണ് പ്ലാനിങ്. റൂം സെർച്ച് ചെയ്ത് അവസാനം നമുക്ക് മുത്തങ്ങ ചെക്ക് പോസ്റ്റിനടുത്ത് ഒരു ചെറിയൊരു റിസോർട്ട് കിട്ടി. റിസോർട്ടിൽ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. ലൈറ്റ് ആയതിനാൽ നേരെ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴാണ് നല്ല അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളും നല്ല ആംബിയൻസും. ആകെ ഒരു 60 സെന്റ് ആണ് ഉള്ളൂ. പക്ഷെ അവിടെ ഒരു ഹട്ട് പോലെ ഒരു 5-8 റൂമും അതിനെ അടുത്ത് നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂള്. പിന്നെ ഒന്നും നോക്കിയില്ല, സ്വിമ്മിംഗ് പൂളിൽ ചാടി അങ്ങ് കുളിച്ചു. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ ഇല്ലാത്തതിനാൽ അധിക നേരം അവിടെ നിന്നില്ല. അവിടുന്ന് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞങ്ങള് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളെ റിസോർട്ട് ഇതാണ് കേട്ടോ, വൈൽഡ് ടസ്കർ റിസോർട്ട്. ഒരു ചെറിയ റിസോർട്ടാണ്, പക്ഷെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. അവിടെ നിന്നും ഞങ്ങൾ നേരെ ഊട്ടിയിലേക്ക് പുറപ്പെട്ടു. ശരിക്ക് ഊട്ടിയിലേക്കല്ല പോകുന്നത്. ഊട്ടിയിൽ നിന്നും ഒരു 34 കിലോമീറ്റർ ദൂരമുള്ള മഞ്ചൂർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അതുവഴി തന്നെയാണ് നമ്മൾ കിണ്ണക്കോര എന്ന സ്ഥലത്തേക്കും പോകുന്നത്. ഈ കിണ്ണക്കോര, മഞ്ചൂര് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ശരിക്ക് ചെറിയൊരു ഗ്രാമങ്ങളാണ്. അവിടെ കാണാൻ വലിയ കാഴ്ചകളൊന്നുമില്ല. പക്ഷെ നമ്മൾ പോകുന്ന റൂട്ടാണ് വളരെ ഭംഗിയുള്ള റൂട്ട്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ നല്ലൊരു കൊമ്പനെ കണ്ടിട്ടോ. കുറച്ചൊരു ഉയരമുള്ള ഒരു കുന്നുപോലുള്ള സ്ഥലത്താണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ റോഡിലൊക്കെ ആയിരുന്നു വരിക. കുറച്ചു ദൂരം മുമ്പോട്ട് പോയപ്പോൾ നല്ലൊരു മയിലിനെ കണ്ടു. ഞങ്ങൾ വണ്ടി നിർത്തി വിളിച്ചപ്പോൾ അത് അടുത്തേക്ക് വന്നു. ഞങ്ങൾ ഗ്ലാസ് ഒക്കെ താഴ്ത്തി അതിനെ പീലി വിടർത്താൻ വേണ്ടി കുറെ ശ്രമിച്ചു. ഒരു രക്ഷയുമില്ല. മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ട് പോയിട്ട് അവിടുന്ന് മസനഗുഡി വഴിയാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്നത്. കാരണം ധാരാളം മൃഗങ്ങളെ കാണാനുള്ള ഒരു റൂട്ട് കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ആ വഴി പോകാൻ കാരണം. ഗുണ്ടൽപേട്ട് വഴി വരുമ്പോ തേപ്പക്കാട് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് മസനഗുഡി കല്ലട്ടി ചുരം വഴിയാണ് ഊട്ടിയിലേക്ക് പോവുക. ഞങ്ങൾ തേപ്പക്കാട്ട് നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ തന്നെ ഒരു കൂട്ടം മാനുകളതാ പോകുന്നു. അവർ റോഡ് ക്രോസ് ചെയ്യാണ്. മാനുകളുടെ സംസ്ഥാന സമ്മേളനം തോന്നുന്നുണ്ട്. അത്രയ്ക്കും മാനുണ്ട്. ഞങ്ങൾ കുറെ നേരം അവിടെ നിന്നു, അതൊക്കെ ഷൂട്ട് ചെയ്തു. മസനഗുഡി എത്തിയപ്പോൾ ആ ബോർഡ് ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം അത്രയും ഫേമസ് ആയ ഒരു വാക്കാണ് മസനഗുഡി വഴി ഊട്ടി പോവുക എന്നത്. ഊട്ടിയിലേക്ക് പോകുമ്പോൾ യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ യാത്ര ഒരു പ്രത്യേക അനുഭവമാണ്. യൂക്കാലിപ്സിന്റെ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇത് ഉണ്ടാവുക. ഊട്ടിയിലേക്ക് അടുത്തെത്താറായപ്പോൾ തന്നെ നല്ല കോടമഞ്ഞാണ് കാണുന്നത്. മുമ്പിലേക്കുള്ള കാഴ്ചകളൊന്നും കാണുന്നില്ല. ഉദകമണ്ഡലം എന്നാണ് ഊട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള പേര് പറയപ്പെടുന്നത്. മലമുകളിലുള്ള വീട് എന്നർത്ഥം വരുന്ന ഉദക് മണ്ഡൽ എന്ന വാക്കിൽ നിന്നാണ് ഉദകമണ്ഡലം എന്ന പേര് വന്നെന്ന് പറയപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ നീലഗിരി എന്ന ജില്ലയിൽ നീലഗിരി മലകളുടെ താഴ്വാരമാണ് ഊട്ടി എന്ന നഗരം. ഉദകമണ്ഡലം എന്ന ഈ സ്ഥലത്തിന് ഊട്ടി എന്ന് പേര് പിടിച്ചത് സായിപ്പന്മാരാണ്. അങ്ങനെ ഊട്ടി എത്തിയപ്പോൾ ഞങ്ങൾ ഊട്ടിയിൽ നിന്നില്ല, നേരെ നമ്മളെ ഡെസ്റ്റിനേഷനായ മഞ്ചൂരക്ക് തന്നെ പോയി. ഞാൻ പറഞ്ഞതുപോലെ മഞ്ചൂരക്ക് പോകുന്ന വഴികളാണ് നല്ല അടിപൊളി. മഞ്ചൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഗ്രാമം മാത്രമേ കാണാൻ കഴിയൂ അവിടെ. ഇരുവശത്തും തേയിലത്തോട്ടങ്ങളും നടുവിലുള്ള ഈ റോഡും നമുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു മിനി സ്വിറ്റ്സർലാൻഡ് പോലെയൊക്കെ തോന്നും ഇതിലൂടെ പോകുമ്പോൾ. അത്രയ്ക്ക് ഭംഗിയാണ്. ഇതേപോലുള്ള ഒരുപാട് ചുരങ്ങളും വഴികളും ഉണ്ട് മഞ്ചൂരക്ക് പോകുമ്പോൾ. സാധാരണ ഊട്ടിയിലേക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ ഊട്ടിയിൽ ബൊട്ടാണിക്കൽ ഗാർഡനും റോസ് ഗാർഡൻ അങ്ങനെ 1-2 സ്ഥലങ്ങൾക്ക് ഇറങ്ങി സാധാരണ പോവാണ് പതിവ്. പക്ഷെ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ഞങ്ങള് മഞ്ചൂർ എത്തി. പറഞ്ഞ പോലെ തന്നെ മഞ്ചൂർ ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ ഇതേപോലത്തെ തേയിലത്തോട്ടങ്ങളും മലനിരകളും അല്ലാതെ വേറെ ഒന്നും കാണാനില്ല. മഞ്ചൂരിൽ നിന്നും പിന്നെയും പോണം കിണ്ണക്കോര എന്ന പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടെ പോകുന്ന വഴിയിൽ സൂര്യപ്രകാശം റോഡിലേക്ക് അടിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത്രയും നിറഞ്ഞ കാടുകളാണ്. നമ്മൾ അവിടേക്ക് പോകുന്നില്ല. നമ്മൾ നേരെ തിരിച്ച് ഊട്ടിയിലേക്കാണ് പോകുന്നത്. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ദിസ് ഇസ് സ്പൈസ് വേൾഡ്.